എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന ചാപ്റ്റർ പകുതി വരെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനു മുന്നേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങി. അതിൽ ആദ്യം ഒരു കുറിപ്പ് കണ്ടു അല്ലെ. അത് ആര് എഴുതിയതായിരുന്നു? ബഗാഡക മഹാരാജാവിൻ്റെതായിരുന്നു. ബഗാഡക രാജാവായിട്ടുള്ള വിന്ധ്യശക്തി രണ്ടാമൻ്റെതായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതായിരുന്നു? വിന്ധ്യശക്തി രണ്ടാമന്റെ കാലഘട്ടം 355 മുതൽ 400 CE വരെ ആയിരുന്നു. 355 മുതൽ 400 CE വരെ ആയിരുന്നു കാലഘട്ടം. അദ്ദേഹം ഭൂദാനം എല്ലാം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം മറ്റു പല രാജവംശങ്ങൾ നിലവിൽ വന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കുഷാനന്മാർ, ഗുപ്തന്മാർ, ശാകന്മാർ. ഇതവിടെ കാണുന്നുണ്ട് അല്ലെ. കുഷാനന്മാർ, ഗുപ്തന്മാർ, ശാകന്മാർ, ബഗാഡകന്മാർ, ശതവാഹനന്മാർ, പിന്നെ ദക്ഷിണേന്ത്യയിലെ ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ. അങ്ങനെ അതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞു. പിന്നെ ഭൂമിദാനത്തെ കുറിച്ച് പറഞ്ഞു. ഭൂമിദാനത്തിലുള്ള വ്യത്യാസം. ഭൂമിദാനം പറഞ്ഞപ്പോ ശതവാഹന രാജാക്കന്മാരാണ് ഇതിൽ മുന്നിൽ നിന്നിരുന്നത്. ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭൂമിദാനം കൊടുത്തിട്ടുണ്ടായിരുന്നത് ശതവാഹനന്മാരാണ്. അവർ ഏത് ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു ഭരണം നടത്തിയത്? ഡെക്കാൻ കേന്ദ്രീകരിച്ച് ആയിരുന്നു ശതവാഹനന്മാർ ഭരണം നടത്തിയിരുന്നത്. അവർ ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഭൂമിദാനം ചെയ്തു. പിന്നീട് CE 4-ാം നൂറ്റാണ്ടോടുകൂടി പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരും ഒരുപാട് ഭൂമിദാനം ചെയ്തു. ഗുപ്തരാജ്യത്തിന്റെ സ്ഥാപകൻ ശ്രീഗുപ്തനായിരുന്നു. മറ്റ് രാജാക്കന്മാരാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ. പിന്നെ ഭൂമിദാനത്തിലുള്ള വ്യത്യാസം പറഞ്ഞു. ശതവാഹനന്മാര് ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രമാണ് കൊടുത്തിരുന്നുള്ളൂ. എന്നാൽ ഗുപ്തന്മാർ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരം കൂടെ ബ്രാഹ്മണർക്ക് നൽകി. പിന്നെ ഗുപ്തകാലത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്താന്നൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ കൃഷിയുടെ വ്യാപനം ഉണ്ടായി. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? സാമന്ത വ്യവസ്ഥ, ഇന്ത്യൻ ഫ്യൂഡലിസം അല്ലെ. സാമന്ത വ്യവസ്ഥ എന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും പറഞ്ഞു അല്ലെ. എന്താണ്? താഴെ തട്ടിലുള്ള ആളുകൾ ഉടമകൾക്ക് വേണ്ടി പണിയെടുത്തു. അതാണ് എന്ത്? സാമന്ത വ്യവസ്ഥ അഥവാ ഇന്ത്യൻ ഫ്യൂഡലിസം. അത് നമ്മൾ പറഞ്ഞു. പിന്നെ കൃഷിയെ സഹായിക്കാനുള്ള ജലസേചന മാർഗങ്ങൾ, കനാലുകൾ, കുളം, ജലസംഭരണി, ഘടിയന്ത്രം അഥവാ അരഗട്ട, മഴവെള്ളം, അണക്കെട്ടുകൾ, ഇതെല്ലാം ഗുപ്തകാലത്തെ ജലസേചന മാർഗങ്ങളായിരുന്നു. അത് പറഞ്ഞു. പിന്നെ അന്നത്തെ കൈത്തൊഴിലുകൾ പറഞ്ഞു അല്ലെ. മൺപാത്ര നിർമ്മാണം, അതുപോലെ ആഭരണ നിർമ്മാണം, മുത്തുകൾ നിർമ്മാണം, ചില്ലുകൊണ്ടുള്ള വസ്തുക്കൾ നിർമ്മാണം, പട്ട് പരുത്തി വസ്ത്ര നിർമ്മാണം, ആനക്കൊമ്പിൽ തീർത്ത ശില്പ നിർമ്മാണം, അങ്ങനെ പല കൈത്തൊഴിലുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ശ്രേണികൾ എന്ന് പറഞ്ഞു അല്ലെ. കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനയെയാണ് എന്ത് പറഞ്ഞിരുന്നത്? ശ്രേണികൾ. കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനയെ ശ്രേണികൾ എന്ന് പറഞ്ഞു. അസംസ്കൃത വസ്തു ശേഖരിക്കുക, ഉൽപാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളെ വിപണിയിൽ എത്തിക്കുക, ഇതൊക്കെയായിരുന്നു ശ്രേണികളുടെ ചുമതല. ശ്രേണികൾ അഥവാ ഗിൽഡുകൾ എന്നൊരു വാക്കുകൂടെ ഉണ്ട് കേട്ടോ. ഗിൽഡുകൾ അഥവാ ശ്രേണികൾ. ഗിൽഡുകൾ അഥവാ ശ്രേണികൾ. പിന്നെ വ്യാപാരവും വാണിജ്യവും നമ്മൾ പറഞ്ഞു. അതിൽ നഗരത്താർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠൻ എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരായ ഇവർ ഭരണത്തിലും പങ്കാളികളായിരുന്നു. കൂടാതെ വർത്തക സംഘങ്ങളിലെ പ്രമുഖരായിരുന്നു ഇവർ. അപ്പോ നഗരത്താർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠൻ എന്ന് പറയുന്നത് സമ്പന്നരായ കച്ചവടക്കാരായിരുന്നു. ഇവർ ഭരണത്തിലും പങ്കാളികളായിരുന്നു. പിന്നെ നമ്മൾ അന്നത്തെ വസ്ത്രങ്ങൾ പറഞ്ഞു അല്ലെ. വസ്ത്രങ്ങൾ മസ്ലിൻ, കാലിക്കോ, ലിനിൻ തുടങ്ങിയ വസ്ത്രങ്ങളെല്ലാം ധാരാളമായിട്ട് ഗുപ്തകാലത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഗുപ്തന്മാർക്ക് വിദേശ വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, റോം തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം. അതേപോലെ തന്നെ അന്ന് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളി, ചെമ്പ് നാണയങ്ങളെല്ലാം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. നഗരശ്രേഷ്ഠി
സാർത്തവാഹ എന്നീ വ്യാപാര പ്രമുഖർക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ നഗരത്താർ പറഞ്ഞു അല്ലെ. നഗരശ്രേഷ്ഠി, സാർത്തവാഹ എന്നീ വ്യാപാര പ്രമുഖർക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. വൈശാലി, പാടലിപുത്രം, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര എല്ലാം വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങളായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, ഓരോന്നും ഏത് സംസ്ഥാനങ്ങളിലാണ്, നിലവിലെ ഏത് സംസ്ഥാനങ്ങളിലാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓർമ്മണ്ടോ? നോക്കി നോക്കൂ. ഇതാ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മധുര അല്ലെ. മധുര എന്ന് പറയുമ്പോൾ നമ്മൾ മ എന്ന് വെച്ചിട്ട് പറഞ്ഞു അല്ലെ. മധുര, മധ്യപ്രദേശ് പറഞ്ഞില്ലേ, മധ്യപ്രദേശ്. അതേപോലെ തന്നെ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, മധുരം കഴിച്ച ഊർജം കിട്ടും എന്ന് പറഞ്ഞു. ഊർജം, ഉജ്ജയിനിയും എവിടെ തന്നെയാണ്? മധ്യപ്രദേശ് അല്ലെ. അത് രണ്ടും നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള 3 പേരുകള്, കനൗജ്, ശ്രാവസ്തി, കൗസാംബി അല്ലെ. കനൗജ്, ശ്രാവസ്തി, കൗസാംബി ഈ 3 എണ്ണവും എവിടെയാണ്? ഈ 3 എണ്ണവും UP-യിലാണ്, ഉത്തർപ്രദേശ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് വൈശാലിയും പാടലിപുത്രവുമാണ് അല്ലെ. വൈശാലിയും പാടലിപുത്രവും എവിടെയാണെന്നാ പറഞ്ഞത്? ബീഹാറിലാണ് ഇത് രണ്ടെണ്ണം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഉജ്ജയിനി, മധുര മധ്യപ്രദേശ്, കനൗജ്, ശ്രാവസ്തി, കൗസാംബി ഉത്തർപ്രദേശ്, വൈശാലി, പാടലിപുത്രം ബീഹാർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ അത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? റോമാ സാമ്രാജ്യം തകർന്നു. ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യർ പട്ടുനിർമ്മാണ വ്യവസ്ഥ പഠിച്ചു. അവരത് പഠിച്ചപ്പോൾ നമ്മളുടെ ഇന്ത്യയിലെ വാണിജ്യത്തെ അത് ബാധിച്ചു. കൈത്തൊഴിലുകാരും എല്ലാം കച്ചവടത്തിനായി രാജ്യത്തിന്റെ പല ഭാഗത്തേക്ക് പോകുന്നതൊക്കെ നിന്നു. അവർ ഗ്രാമങ്ങളിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമവൽക്കരണമുണ്ടായി. കൗസാംബി, ഹസ്തിനപുരം, അഹിച്ഛത്രം, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയ നഗരങ്ങളുടെ എല്ലാം പ്രൗഢി നഷ്ടപ്പെട്ടു. എന്താണ് ഉണ്ടായത്? ചൈനയിൽ നിന്നും അവർ എന്ത് പഠിച്ചു? കൈത്തൊഴിലുകൾ, പട്ടുനിർമ്മാണം പഠിച്ചു. അപ്പൊ ഇവിടുത്തെ കച്ചവടം കുറഞ്ഞു, നഗരവൽക്കരണം മാറിയില്ലേ. ആളുകൾ പല ഭാഗത്തേക്ക് നീങ്ങുന്നതൊക്കെ നിന്നു. ആളുകൾ ഗ്രാമത്തിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഗ്രാമവൽക്കരണം സംഭവിച്ചു, നഗരങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. അങ്ങനെ പ്രൗഢി നഷ്ടപ്പെട്ട നഗരങ്ങളാണ് കൗസാംബി, ഹസ്തിനപുരം, അഹിച്ഛത്രം, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയവയെല്ലാം. 5-ാം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയായിട്ടുള്ള ഫാഹിയാൻ, നമ്മൾ പറഞ്ഞല്ലേ, ഫാഹിയാൻ 5-ാം നൂറ്റാണ്ട്, ഫാഹി, അങ്ങനെ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ? 5-ാം നൂറ്റാണ്ട് ഫാഹിയാൻ. അപ്പൊ 5-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായിരുന്നു ഫാഹിയാൻ. അദ്ദേഹത്തിന്റെ വിവരണങ്ങളിൽ വൻ നഗരങ്ങളായി വിശേഷിപ്പിച്ച പല നഗരങ്ങളും 7-ാം നൂറ്റാണ്ടായപ്പോഴത്തിന്, 7-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായിരുന്നു ഹുയാൻസാങ്. 7-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായിരുന്നു ഹുയാൻസാങ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയപ്പോഴത്തിനും എന്താണ്? ഗ്രാമങ്ങളാണ്. 5-ാം നൂറ്റാണ്ടിൽ ഫാഹിയാൻ പറഞ്ഞിട്ടുള്ള പല സ്ഥലങ്ങളുടെയും വിവരണങ്ങൾ 7-ാം നൂറ്റാണ്ടിലെ ഹുയാൻസാങ്ങിന്റെ വിവരണങ്ങളിൽ ഗ്രാമങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അക്കാലത്തുണ്ടായിട്ടുള്ള നഗരങ്ങളുടെ തകർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എത്രയാണ് എടുത്തത്? ഇനി നമ്മൾ സാമൂഹിക ജീവിതം അല്ലെ, സാമൂഹിക ജീവിതം എന്നൊരു ടോപ്പിക് തൊട്ടിട്ടാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. ഗുപ്തന്മാരുടെ കാലത്ത് രൂപം കൊണ്ട വിവിധ തൊഴിൽക്കൂട്ടങ്ങളെ ശ്രേണികൾ എന്ന് നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. ഗുപ്തന്മാരുടെ കാലത്ത് രൂപം കൊണ്ട വിവിധ തൊഴിൽക്കൂട്ടങ്ങളെ ശ്രേണികൾ അഥവാ ഗിൽഡുകൾ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ തൊഴിൽക്കൂട്ടങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും കടന്നുവരവ് നിരവധി ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. ഇങ്ങനെ പുതിയ തൊഴിൽക്കൂട്ടങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും കടന്നുവരവ് നിരവധി ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥയ്ക്ക് പുതുതായി ഉയർന്നു വന്ന തൊഴിൽക്കൂട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. ആ സാഹചര്യത്തിൽ ഓരോ തൊഴിൽക്കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായി തീർന്നു. നമ്മൾ ഇന്നലെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഓരോ തൊഴിലുകൾ ചെയ്യുന്നവരെയും ഓരോ ജാതികളായി കണക്കാക്കി. അങ്ങനെയാണ് ഈ ഒരു ജാതി വ്യവസ്ഥയൊക്കെ വന്നത്. മനസ്സിലായോ? നമ്മൾ ഇന്ന് ഓരോ ജാതി എന്ന് പറയുന്നുണ്ട് അല്ലെ. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്തൊക്കെയാണ്. അപ്പൊ ഈ ജാതി എന്നുള്ളൊരു
തരംതിരിവ് വന്നത് അന്നത്തെ കാലത്ത് ഏത് തൊഴിൽ ചെയ്യുന്നു, ഒരു തൊഴിൽ ചെയ്യുന്നവരെ ഒരു ജാതി എന്ന് കണക്കാക്കി. ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല അല്ലെ, എഡ്യൂക്കേഷൻ കിട്ടി എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലികളാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് കുലത്തൊഴിൽ ആയിരുന്നു. എന്താണ് പൂർവികർ ചെയ്യുന്നത് അതേ ജോലി അവരുടെ മക്കളും തുടർന്ന് വരികയായിരുന്നു. ഇപ്പൊ മൺപാത്രം നിർമ്മിക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ അവരുടെ മക്കളും എന്താണ് അത് തന്നെയാണ് പഠിക്കുന്നത് അല്ലെ. അവർ വിദ്യാഭ്യാസത്തിന് നേടുകയോ അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് ട്രൈ ചെയ്യുകയോ അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഈ മൺപാത്രം നിർമ്മിക്കുന്നവരെല്ലാം ഒരു ജാതിയായിട്ട് കണക്കാക്കും. അങ്ങനെ ഓരോ തൊഴിൽ ചെയ്യുന്നവരും ഓരോ ജാതിയായിട്ട് മാറി. അതേപോലെ തന്നെ വ്യത്യസ്ത തൊഴിൽക്കൂട്ടങ്ങൾക്ക് വ്യത്യസ്ത ജാതിയായിരുന്നു. അതേപോലെ വനങ്ങളിൽ വസിച്ചിരുന്നവരെ മറ്റൊരു ജാതിയായിട്ട് കണക്കാക്കിയിരുന്നത് നിഷാദർ. ആരാണ് നിഷാദർ? വനങ്ങളിൽ വസിച്ചിരുന്നവർ. അതേപോലെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുകയും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്ത അവർ മറ്റൊരു ജാതിയായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ജാതി വ്യവസ്ഥയും ഒക്കെ വന്നിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് സങ്കീർണമായി. ഇങ്ങനെ രൂപപ്പെട്ട വ്യവസ്ഥയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവർക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന സ്ഥാനമാനങ്ങൾക്ക് മാറ്റം വന്നില്ല. അപ്പൊ നമ്മൾക്ക് 4 വർണ്ണവ്യവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോ ഇങ്ങനെ രൂപപ്പെട്ട വ്യവസ്ഥയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവർക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന സ്ഥാനമാനങ്ങൾക്കൊന്നും മാറ്റം വന്നില്ല. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ആരായിരുന്നു 7-ാം നൂറ്റാണ്ടിൽ? ഹുയാൻസാങ് അല്ലെ. 5-ാം നൂറ്റാണ്ടിൽ ആരാ സഞ്ചരിച്ചേ? ഫാഹിയാൻ. ഓക്കെ. അപ്പൊ 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് ശൂദ്രരെ കൃഷിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നു. ശൂദ്രരെ കൃഷിക്കാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വിവരണങ്ങൾ കാർഷിക സമൂഹത്തിൽ ശൂദ്രരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ശൂദ്രർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? കൃഷിക്കാരായിരുന്നു. ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്ന ഈ 4 വിഭാഗങ്ങൾ നമ്മൾ 4 പറഞ്ഞു അല്ലെ. ചാതുർവർണ്ണ വ്യവസ്ഥയില് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഈ 4 ഉണ്ട്. ഇതിനു പുറമെ വേറൊരു വിഭാഗം കൂടെ ഉണ്ടായിരുന്നു, അന്ത്യജർ എന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കി. മനസ്സിലായോ? അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു വിഭാഗമായിട്ട് അന്ന് ഈ ഒരു വിഭാഗം ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊരു ദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചാതുർവർണ്ണ വ്യവസ്ഥയും ഉണ്ട്, പുറമെ അന്ത്യജർ എന്നൊരു വിഭാഗം തൊട്ടുകൂടാത്തവരായിട്ട് ഒരു വിഭാഗത്തെ കണക്കാക്കി. അതിൽ ഏറ്റവും താഴെയായി കണക്കാക്കപ്പെട്ടത് ചണ്ടാലർ എന്ന ശ്മശാനപാലകരെയായിരുന്നു എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ചണ്ടാലർ. ചർമ്മകാരർ എന്ന തോൽ ഊറക്കിടുന്ന വിഭാഗങ്ങൾ. ചർമ്മകാരർ തോല് ഊറക്കിടുന്ന വിഭാഗങ്ങളായിരുന്നു ചർമ്മകാരർ. അപ്പോ അത് അന്ത്യജർ എന്ന വിഭാഗത്തിലാണ് ചണ്ടാലറും ചർമ്മകാരരും ഉണ്ടായിരുന്നത്. ഓക്കെ. ഇവിടെ അനുലോമ പ്രതിലോമ വിവാഹങ്ങൾ എന്നൊരു ടോപ്പിക്കോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് അനുലോമ പ്രതിലോമ വിവാഹങ്ങൾ എന്ന് നോക്കാം. അനുലോമ പ്രതിലോമ വിവാഹങ്ങൾ വിവിധ ജാതികളിൽപ്പെട്ടവർ തമ്മിൽ ഉള്ള വിവാഹങ്ങളെ കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും, നോക്കൂ, ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന, ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ലെ, മനുഷ്യണ്ടാക്കിയതാണ്. എന്നാലും നമുക്ക് പറയുമ്പോൾ അങ്ങനെ ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹം അനുലോമ വിവാഹം എന്നറിയപ്പെടുന്നു. എന്താണ്? ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തെ എന്ത് പറയുന്നു? അനുലോമ വിവാഹം എന്ന് പറയുന്നു. അതിന്റെ നേരെ തിരിച്ചാണ് എന്ത്? പ്രതിലോമ വിവാഹം. എന്താണ് പ്രതിലോമ വിവാഹം? ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും തമ്മിലുള്ള വിവാഹത്തെ എന്ത് പറയുന്നു? പ്രതിലോമ വിവാഹം. മനസ്സിലായോ? അനുലോമ പ്രതിലോമ. അനുലോമ എന്താണ്?
ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹം അനുലോമയും, പ്രതിലോമ എന്ന് പറഞ്ഞാൽ ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും തമ്മിലുള്ള വിവാഹം പ്രതിലോമ വിവാഹവും. മാറിപ്പോവരുത് കേട്ടോ. ഇനി സ്ത്രീകളുടെ പദവി. അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ പദവി എന്താണെന്ന് നോക്കാം. അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ പദവി വഘാടക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്ത. വഘാടക റാണിയായിരുന്നു ആര്? പ്രഭാവതി ഗുപ്ത. വഘാടക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെ പോലെ ചില രാജ്ഞിമാർ ആദരിക്കപ്പെട്ടിരുന്നു. എങ്കിലും പൊതുവെ സ്ത്രീകളുടെ നില വളരെ താഴ്ന്നതായിരുന്നു. രാജ്ഞി മുതൽ താഴോട്ട് എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷന്മാർക്ക് വിധേയരായിരിക്കണം. അപ്പോ നമ്മൾ ഇന്നൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് അല്ലെ. പക്ഷെ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? അന്ന് രാജ്ഞി പോലും രാജ്ഞി ഉൾപ്പെടെ എല്ലാ സ്ത്രീകളും പുരുഷന്മാർക്ക് വിധേയരായിരിക്കണം. രാജ്ഞിയുടെ അവസ്ഥ ഇതാണ്. അപ്പൊ മറ്റുള്ള സ്ത്രീകളുടെ അവസ്ഥ നോക്കണോ? അല്ലേ? അപ്പൊ അത്രയ്ക്കും വളരെ താഴ്ന്നൊരു പദവി മാത്രമായിരുന്നു സ്ത്രീകൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉന്നത വിഭാഗങ്ങളിലെ സ്ത്രീക്ക് പോലും പൊതുവെ സമൂഹത്തിൽ ഉയർന്ന പദവിയോ പരിഗണനയോ ലഭിച്ചിരുന്നില്ല. ഉയർന്ന വിഭാഗങ്ങളിലെ സ്ത്രീക്ക് പോലും പൊതുവെ സമൂഹത്തിൽ ഉയർന്ന പദവിയോ പരിഗണനയോ ലഭിച്ചിരുന്നില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമി ദാനം ചെയ്യപ്പെട്ടതായി തെളിവില്ല. എല്ലാം പുരുഷന്മാരുടെ പേരിലായിരുന്നു ഭൂമി ദാനം കൊടുത്തിരുന്നതൊക്കെ. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമി ദാനം കൊടുത്തതായിട്ട് ഒരു തെളിവില്ല. മനസ്സിലായില്ലേ? അപ്പൊ സ്ത്രീക്ക് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചണ്ടാലർ ഫാഹിയാന്റെ വിവരണങ്ങളിൽ, അപ്പൊ നമ്മൾ പറഞ്ഞു അഞ്ചാം നൂറ്റാണ്ട് അല്ലെ. ഫാഹിയാൻ എന്ന് കേട്ടാൽ തന്നെ 5 എന്ന് ഓർമ്മ വരണം. 5ആം നൂറ്റാണ്ടിലാണ് ഫാഹിയാൻ. അപ്പൊ ഫാഹിയാന്റെ വിവരണങ്ങളിൽ, ആരാണ് ഫാഹിയാൻ? ചൈനീസ് സഞ്ചാരിയാണ് അല്ലെ. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്ത് അതായത് CE 5ആം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനയിൽ നിന്നുള്ള ബുദ്ധമത സഞ്ചാരിയായിരുന്നു ഫാഹിയാൻ. അദ്ദേഹം ചണ്ടാലരെ കുറിച്ച് പറയുന്നത് എന്താ നോക്കിയാലോ. എന്താ പറയുന്നത് ചണ്ടാലരെ കുറിച്ച്? നഗരത്തിലേക്കോ കമ്പോളത്തിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാലർ ഒരു മരപ്പലകയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കണമായിരുന്നു. ഇവരുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കി മേൽജാതിക്കാർക്ക് മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. കണ്ടില്ലേ എന്തൊരവസ്ഥയാണല്ലേ. നഗരത്തിലേക്കോ കമ്പോളത്തിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാലർ ഒരു മരപ്പലകയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കണമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? ഇവര് വരുന്നുണ്ടെന്ന് മേൽജാതിക്കാർക്ക് അറിയാനും അവർക്ക് അവിടെ നിന്ന് മാറാനും വേണ്ടിയിട്ട്. എന്തുമാത്രം അയിത്തമായിരുന്നു അന്ന് കൽപ്പിച്ചിരുന്നത് അല്ലെ. അത്രയും മോശപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഓക്കെ. രാഷ്ട്രം, കേന്ദ്ര അധികാരവും പ്രാദേശിക അധികാരവും. കുബേരനും വരുണനും ഇന്ദ്രനും അന്തകനും സമനായവനും തനിക്കു പോന്ന ഒരെതിരാളിയും ഭൂഖണ്ഡത്തിൽ ഇല്ലാത്തവനും. ഗുപ്തകാലത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്ന സമുദ്രഗുപ്തനെ പറ്റിയുള്ള അലഹബാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാഗ പ്രശസ്തിയിൽ നിന്നുള്ള വരിയാണ് ഇത്. നമ്മൾ വായിച്ചത് എന്താണ്? പ്രയാഗ പ്രശസ്തിയിൽ നിന്നും ഉള്ള വരിയാണ്. ആരെ പറ്റിയുള്ളതാണ്? സമുദ്രഗുപ്തനെ പറ്റിയുള്ളതാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? അലഹബാദിൽ സ്ഥിതി ചെയ്യുന്നു. അലഹബാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാഗ പ്രശസ്തിയിൽ നിന്നുള്ള വരികളാണ്. ആരെ പറ്റിയാണ്? സമുദ്രഗുപ്തനെ പറ്റിയാണ്. ആരായിരുന്നു സമുദ്രഗുപ്തൻ? ഗുപ്തകാലത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു. എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്? കുബേരനും വരുണനും ഇന്ദ്രനും അന്തകനും സമനായവനും തനിക്കു പോന്ന ഒരെതിരാളിയും ഭൂമുഖത്തില്ലാത്തവനും. അങ്ങനെയാണ് ഗുപ്തകാലത്തെ ശക്തനായ ഭരണാധികാരിയായിരുന്ന സമുദ്രഗുപ്തനെ പറ്റി അലഹബാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാഗ പ്രശസ്തിയിൽ പറയുന്നത്. ഓക്കെ. ഗുപ്ത കാലഘട്ടത്തിലെ രാജാവിന്റെ അധികാരത്തെ കുറിച്ച് എന്തെല്ലാം കിട്ടും? അപ്പൊ രാജാവിന് ദൈവസമനായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. മറ്റൊരു എതിരാളിയും അദ്ദേഹത്തിന് എതിരായിട്ട് ഭൂമുഖത്തില്ല എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെയാണ് ഈ രാജാവിനെ കണക്കാക്കിയിരുന്നത്. ഗുപ്തകാലത്തെ ഗ്രാമഭരണത്തെ കുറിച്ച് നോക്കാം. ഗുപ്തകാലത്തെ ഗ്രാമഭരണം നടത്തിയിരുന്നത് ഗ്രാമപതി അഥവാ ഗ്രാമാധ്യക്ഷനായിരുന്നു. ആരാണ്? ഗ്രാമപതി അഥവാ ഗ്രാമാധ്യക്ഷനായിരുന്നു നടത്തിയിരുന്നത്.
വൃദ്ധർ എന്നറിയപ്പെട്ടിരുന്ന ഗ്രാമമുഖ്യരുടെ സംഘമാണ് ഗ്രാമത്തിലെ തർക്കങ്ങൾ തീർത്തിരുന്നത്. ഗ്രാമത്തിൽ പ്രധാന ജനവിഭാഗം കർഷകരായിരുന്നു. മരപ്പണിക്കാർ, നെയ്ത്തുകാർ, കാലിമേയ്ക്കുന്നവർ എന്നിവരും ഉണ്ടായിരുന്നു. ഇവരുടെ സംഘങ്ങൾക്കും ഗ്രാമഭരണത്തിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഗുപ്തകാലത്തെ ഗ്രാമഭരണമാണ് പറഞ്ഞത്. ഗുപ്തകാലത്തെ ഗ്രാമം ഭരിച്ചിരുന്നത് ഗ്രാമപതി അഥവാ ഗ്രാമാധ്യക്ഷൻ. ഗ്രാമവൃദ്ധർ എന്നറിയപ്പെട്ട ഗ്രാമമുഖ്യരുടെ സംഘമാണ് തർക്കങ്ങൾ തീർത്തിരുന്നത്. ആരാണ്? ഗ്രാമവൃദ്ധർ. ഗ്രാമത്തിൽ പ്രധാന ജനവിഭാഗം കർഷകരായിരുന്നു. അതിൽ മരപ്പണിക്കാരുണ്ടായിരുന്നു, നെയ്ത്തുകാരുണ്ടായിരുന്നു, കാലിമേയ്ക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരുടെ സംഘങ്ങൾക്കും ഗ്രാമഭരണത്തിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഓക്കെ. വിപുലമായ അധികാരമുണ്ടായിരുന്നവരാണ് ഗുപ്ത രാജാക്കന്മാർ. അതോടൊപ്പം അവർക്ക് ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. അധികാരങ്ങളും ഒപ്പം ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. അവ എന്തെല്ലാം എന്ന് നോക്കാം. എന്താണ് ഇവരുടെ ഉത്തരവാദിത്തം? ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ രക്ഷിക്കണം. ബ്രാഹ്മണരെയും ശ്രമണരെയും, ശ്രമണർ എന്ന് പറഞ്ഞാൽ ബുദ്ധ ജൈന വിഭാഗങ്ങളാണ് കേട്ടോ. ബ്രാഹ്മണരെയും ശ്രമണരെയും, അതായത് ബുദ്ധ ജൈന വിഭാഗങ്ങളെയും അബലരെയും സംരക്ഷിക്കുക. നീതി നിർവഹണം നടത്തുക. ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുക, ബ്രാഹ്മണരെയും ശ്രമണരെയും അബലരെയും സംരക്ഷിക്കുക, നീതി നിർവഹണം നടത്തുക. ഇതെല്ലാം ഗുപ്ത രാജാക്കന്മാരുടെ കടമകളായിരുന്നു. അവർ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാരെ തങ്ങളുടെ സാമന്തന്മാരായി കണക്കാക്കി തുടരാൻ അനുവദിച്ചു. അവർക്ക് സ്വയംഭരണം നൽകി. അപ്പൊ ഗുപ്തരാജാക്കന്മാര് ഓരോ പ്രദേശങ്ങളിൽ യുദ്ധം ചെയ്ത് ആ പ്രദേശങ്ങൾ കീഴടക്കും അല്ലെ. അപ്പൊ അങ്ങനെ കീഴടക്കുന്ന ആ രാജ്യങ്ങളിൽ ഓൾറെഡി ഒരു രാജാവ് ഉണ്ടാവുമല്ലോ. ആ രാജാക്കന്മാരെ ഒഴിവാക്കുന്നില്ല. പകരം അവർ എന്ത് ചെയ്യുന്നു? അവരെ തങ്ങളുടെ സാമന്തന്മാരായിട്ട് കണക്കാക്കുന്നു. മനസ്സിലായോ? രാജാക്കന്മാർ ഓരോ പ്രദേശങ്ങൾ കീഴടക്കുന്നു. അങ്ങനെ കീഴടക്കുന്ന പ്രദേശങ്ങളെ എന്ത് ചെയ്യുന്നു? അവിടുത്തെ രാജാക്കന്മാരെ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ സാമന്തന്മാരായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ അവർക്ക് സ്വയം ഭരണം നൽകുന്നു. പക്ഷെ എന്തായിരിക്കും? ഈ രാജാവിന്റെ കീഴിലായിരിക്കും, പക്ഷെ അവർക്ക് സ്വയം ഭരണം നൽകുന്നു. അവരുടെ ഭരണകാര്യങ്ങളിലും പിന്തുടർച്ചയിലും ഗുപ്ത രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. എന്നാൽ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളിൽ വിപുലമായ ഭരണ സംവിധാനം വികസിപ്പിച്ചു. ഭരണത്തിലൊന്നും ഇടപെട്ടില്ല. പക്ഷെ എന്താണ്? അവിടെ ഈ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളിൽ മാത്രമാണ് അവർ വിപുലമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. മറ്റു പ്രദേശങ്ങൾ ഇവരുടെ കീഴിലാണ് എന്ന് മാത്രം. ഓക്കെ. ഇനി പ്രശസ്തികൾ എന്താണെന്ന് നോക്കാം. പ്രയാഗ പ്രശസ്തിയെ കുറിച്ച് നോക്കാനുണ്ട്. പിന്നെ അന്നത്തെ കലയും സാഹിത്യവും ആ ഒരു ടോപ്പിക് നമുക്ക് നോക്കാനുണ്ട്. പിന്നെന്താ? പിന്നെ കുറച്ച് കൃതികളും, അതെന്ത് കൃതികളാണെന്നും ഗ്രന്ഥകർത്താവ് കേട്ടോ, ആ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ്, അതും പ്രധാനപ്പെട്ടതാണ്. പിന്നെ അന്നത്തെ ശാസ്ത്രം, പിന്നെ ദക്ഷിണേന്ത്യ നമ്മൾ പറഞ്ഞു അല്ലെ. ദക്ഷിണേന്ത്യയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇത്തിരി കൂടെ നോക്കാനുണ്ട്. വളരെ എളുപ്പം തന്നെയാണ്, നമുക്ക് നോക്കാം. ഇപ്പൊ തന്നെ നോക്കാം. ഓക്കെ. ഇവിടെ സ്ക്രീനിൽ ഇത് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, വളരെ ചെറുതായിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും പറയാം. ഓക്കെ. പ്രശസ്തികൾ എന്താ നോക്കാം. പ്രശസ്തികൾ പറഞ്ഞ ഒന്നുമില്ല, കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളെയാണ് പ്രശസ്തികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങൾ. അന്ന് പേപ്പറോ പെന്നോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അന്ന് എവിടെയാണ് ഇതെല്ലാം എഴുതി വെക്കുന്നത്? കല്ലിൽ കൊത്തിയാണ് വെക്കുന്നത്. കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രശസ്തികൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളാണ് പ്രശസ്തികൾ. കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളാണ് പ്രശസ്തികൾ. പുരാതന കാലത്തെ ഇന്ത്യൻ രാജാക്കന്മാർ അവരുടെ നേട്ടങ്ങൾ ഘോഷിക്കാനായി എന്ത് ചെയ്യുമായിരുന്നു? കല്ലിൽ കൊത്തിവെക്കുമായിരുന്നു. ഇത്തരത്തിൽ കല്ലിൽ കൊത്തിവെച്ച നേട്ടങ്ങൾ അല്ലെ, കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളെയാണ് നമ്മൾ പ്രശസ്തികൾ എന്നാണ് പറയുന്നത്. അറിയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ പ്രശസ്തി എന്ന് പറയുന്നത് CE 2-ാം നൂറ്റാണ്ടിൽ കൊത്തിവെക്കപ്പെട്ട രുദ്രരാമന്റെ ജുനഗഡ് പ്രശസ്തിയാണ്. ഏതാണ് ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത്? CE 2-ാം നൂറ്റാണ്ടിൽ കൊത്തിവെച്ച രുദ്രരാമന്റെ ജുനഗഡ് പ്രശസ്തിയാണ്. അശോക ചക്രവർത്തിയുടെ ജുനഗഡ് ശാസനത്തിന്റെ ഒരു ഭാഗത്താണ് ഈ പ്രശസ്തി കൊത്തിവെച്ചിരിക്കുന്നത്. അശോക ചക്രവർത്തിയുടെ ജുനഗഡ് ശാസനം ഉണ്ട്, അതിന്റെ ഒരു ഭാഗത്താണ് ഈ
പ്രശസ്തി കൊത്തിവച്ചിരിക്കുന്നത്. രാജാവിനെ പ്രശംസിക്കുക, അദ്ദേഹത്തിന്റെ യുദ്ധ നേട്ടങ്ങളെ പ്രകീർത്തിക്കുക തുടങ്ങിയവയായിരുന്നു പ്രശസ്തികളുടെ പ്രത്യേകത. എല്ലാ നേട്ടങ്ങളും ആണ് ഇതിൽ പറയുന്നത് കേട്ടോ. രാജാവിനെ പ്രശംസിക്കുക, പുകഴ്ത്തുക, യുദ്ധ നേട്ടങ്ങളെ പ്രകീർത്തിക്കുക, അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ പ്രശസ്തിയിൽ ഉണ്ടായിരുന്നത്. പ്രശസ്തി എഴുതുന്ന രീതി പുതിയ രൂപത്തിൽ ദക്ഷിണേന്ത്യയിലെ ചോള, രാഷ്ട്രകൂട, ചാലൂക്യ, പല്ലവ രാജാക്കന്മാരും പിന്തുടർന്നിരുന്നു. അപ്പോൾ ഈ ഒരു ഉത്തര രാജ്യത്ത്, അല്ലെ, അവിടെയും ഉണ്ടായിരുന്നു നമ്മുടെ ദക്ഷിണ രാജ്യത്തുള്ള രാഷ്ട്രങ്ങളായിരുന്ന ചോള, ചാലൂക്യ, പല്ലവ, രാഷ്ട്രകൂട രാജാക്കന്മാരും ഇത് പിന്തുടർന്നിരുന്നു. അതിശയോക്തി ഉണ്ടാകുമെങ്കിലും ഒരു ഭരണകർത്താവിനെ പറ്റിയുള്ള ചരിത്രരേഖകൾ എന്ന നിലയിൽ ഇവ നമ്മെ സഹായിക്കും. നമുക്കിത് കാണുമ്പോൾ ചിലപ്പോൾ വളരെ അതിശയോക്തിയൊക്കെ തോന്നും. പക്ഷെ നമുക്ക് എന്താണ്, ഇത് നമുക്ക് ചരിത്ര രേഖകളാണ്, അല്ലെ, അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്താണ് പ്രശസ്തി? പുരാതന കാലത്തെ രാജാക്കന്മാര് അവരുടെ നേട്ടങ്ങൾ ഘോഷിക്കാൻ വേണ്ടി കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളാണ് പ്രശസ്തി. ഏറ്റവും ആദ്യത്തേത് ഏതാണ്? CE 2-ാം നൂറ്റാണ്ടിൽ കൊത്തിവെച്ച രുദ്രരാമന്റെ ജുനഗഡ് പ്രശസ്തിയാണ്. ഈ ജുനഗഡ് പ്രശസ്തി എവിടെയാണുള്ളത്? അശോക ചക്രവർത്തിയുടെ ജുനഗഡ് ശാസനത്തിന്റെ ഒരു ഭാഗത്താണുള്ളത് ഈ പ്രശസ്തി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രയാഗ പ്രശസ്തി. ഗുപ്ത രാജാവായ സമുദ്രഗുപ്തന്റെ കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ രുദ്രരാമന്റെ പറഞ്ഞു, ദി സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങൾ, യുദ്ധവിജയങ്ങൾ എന്നിവയെ പ്രകീർത്തിച്ചുകൊണ്ട് കൊത്തിവെച്ചതാണ് പ്രയാഗ പ്രശസ്തി. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ, പ്രയാഗ പ്രശസ്തി ഏത് രാജാവിന്റെ യുദ്ധവിജയങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഉള്ളതാണ്? അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി ആരുമായി, താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ഓപ്ഷൻ വരും. അപ്പൊ അതിൽ സമുദ്രഗുപ്തൻ, രുദ്രരാമൻ, അങ്ങനെ കുറെ പേരുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഏതെഴുതേണ്ടത്? സമുദ്രഗുപ്തൻ. ഓക്കെ അല്ലേ? അപ്പോ ഗുപ്ത രാജാവായ സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങൾ, യുദ്ധവിജയങ്ങൾ എന്നിവയെ പ്രകീർത്തിച്ചുകൊണ്ട് കൊത്തിവെച്ചപ്പെട്ട പ്രശസ്തിയാണ് ഏത്? സമുദ്രഗുപ്തന്റെ കുറിച്ചുള്ള പ്രശസ്തി പ്രയാഗ പ്രശസ്തി. ഓക്കെ, ഇത് അലഹാബാദ് പ്രശസ്തി, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അലഹാബാദ് പ്രശസ്തി എന്നും അറിയപ്പെടുന്നത് ഏതാണ്? പ്രയാഗ പ്രശസ്തി. ആരെ കുറിച്ചാണ്? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തൻ, പ്രയാഗ പ്രശസ്തി, അലഹാബാദ് പ്രശസ്തി. ഓക്കെ, സമുദ്രഗുപ്തൻ വടക്ക് നേപ്പാൾ മുതൽ തെക്ക് തമിഴ്നാടിന്റെ പ്രദേശങ്ങൾ വരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പൊ ഇന്നത്തെ ഇന്ത്യ എന്ന് കണക്കാക്കണ്ട കേട്ടോ. അതിനപ്പുറം അന്ന് ഇന്ത്യ രാജ്യം രൂപപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഈ സമുദ്രഗുപ്തൻ വടക്ക് നേപ്പാൾ തൊട്ട് തമിഴ്നാടിന്റെ പ്രദേശങ്ങൾ വരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനെ ഈ പ്രശസ്തിയിൽ പ്രകീർത്തിക്കുന്നു. അപ്പൊ അത്രയും വലിയൊരു ഏരിയയാണ് കേട്ടോ. നേപ്പാൾ തൊട്ടിട്ട് തമിഴ്നാട് പറഞ്ഞ എത്ര, ഇന്ത്യന്റെ അത്രയും വലുപ്പം തന്നെ ആയില്ലേ. അത്രയും ഭാഗങ്ങൾ ആര് കീഴടക്കിയിരുന്നു? സമുദ്രഗുപ്തൻ കീഴടക്കി എന്നാണ് ഈ പ്രശസ്തിയിൽ പറയുന്നത്. ഗുപ്ത സദസ്സിലെ രാജകവിയായിരുന്ന ഹരിസേനൻ ആണ് സംസ്കൃത ഭാഷയിൽ ഈ പ്രശസ്തി എഴുതിയത്. മനസ്സിലായില്ലേ? അപ്പൊ പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത് ആരെ കുറിച്ചിട്ടുള്ളതായിരുന്നു? ഗുപ്തരാജാവായ സമുദ്രഗുപ്തനെ പറ്റിയായിരുന്നു. പ്രയാഗ പ്രശസ്തി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തായിരുന്നു? അലഹാബാദ് പ്രശസ്തി എന്നായിരുന്നു. എന്താ ഇതിൽ പറയുന്നത്? സമുദ്രഗുപ്തൻ വടക്ക് നേപ്പാൾ മുതൽ തെക്ക് തമിഴ്നാടിന്റെ പ്രദേശം വരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി എന്നാണ് ഇതിൽ പറയുന്നത്. ഗുപ്ത സദസ്സിലെ രാജകവിയായിരുന്നു ഹരിസേനൻ. അദ്ദേഹം സംസ്കൃത ഭാഷയിൽ ആണ് പ്രയാഗ പ്രശസ്തി എഴുതിയിട്ടുള്ളത്. ഏത് ഭാഷയിലാണ്? സംസ്കൃത ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി കലയും സാഹിത്യവും. ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ വികാസങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. ഇതിനോട് അനുയോജ്യമായി നിലനിൽക്കുന്ന രീതിയിൽ ഇക്കാലഘട്ടത്തിൽ കലയും സംസ്കൃത സാഹിത്യവും ഒക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. വാസ്തുശില്പ വിദ്യയായിരുന്നു കലാരംഗത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചത്. നിരവധി ക്ഷേത്രങ്ങൾ, അല്ലെ, വാസ്തുശില്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശില്പങ്ങൾ ഉണ്ടാക്കുക, അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ തമിഴ്നാട്ടിലൊക്കെ നോക്കി അറിയാലേ, അവിടെ പല കൊത്തുപണികളുള്ള എത്ര ക്ഷേത്രങ്ങളാണുള്ളത്, പ്രസിദ്ധമായിട്ടുള്ളത്. അതൊക്കെ ആ ഒരു കാലഘട്ടത്തിലുള്ളതാണ്. നിരവധി ക്ഷേത്രങ്ങൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. അതിന്റെ സവിശേഷത നോക്കാട്ടോ. ഘടനാക്ഷേത്രങ്ങളുടെ നിർമ്മിതി. കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മിതി ആയിരുന്നു ഉണ്ടായിരുന്നത്. കൊത്തുപണികൾ ഉണ്ടായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ഗുപ്ത കാലഘട്ടത്തിലെ വാസ്തുവിദ്യകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം.
നോക്കൂ, 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഏതാണ്? ദശാവതാര ക്ഷേത്രം ദേവ്ഗഡ് ഉത്തർപ്രദേശ്. ദശാവതാര ക്ഷേത്രം ദേവ്ഗഡ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ ദേവ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ദശാവതാര ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഓക്കെ, അടുത്തത് തിവാഗ. തിവാഗയിലെ വിഷ്ണു ക്ഷേത്രം മധ്യപ്രദേശ്. തിവാഗയിലെ വിഷ്ണു ക്ഷേത്രം മധ്യപ്രദേശ്. അടുത്തത് മധ്യപ്രദേശിലെ തന്നെ പന്ന എന്ന് പറയുന്ന സ്ഥലത്തുള്ള നാച്ന കുദാര പാർവതി ക്ഷേത്രമാണ് ഈ 3ാമത്തേത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടു? ഉത്തർപ്രദേശിലെ ദേവ്ഗഡ് എന്ന സ്ഥലത്തെ ദശാവതാര ക്ഷേത്രം, മധ്യപ്രദേശിലെ തിവാഗയിലെ വിഷ്ണു ക്ഷേത്രം, മധ്യപ്രദേശിലെ തന്നെ പന്നയിലെ പാർവതി ക്ഷേത്രം, അല്ലെ? നാച്ന കുതാര പാർവതി ക്ഷേത്രം. ലോകപ്രശസ്തമായ അജന്തയിലെ ഗുഹാചിത്രങ്ങളിൽ ലോകപ്രശസ്തമായിട്ട് നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ട് അല്ലെ? അജന്ത ഗുഹ കേട്ടിട്ടില്ലേ? അതെവിടെയുള്ളത്? ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് കേട്ടോ. അജന്ത ഗുഹ എവിടെയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. അജന്ത ഗുഹ മഹാരാഷ്ട്ര. മഹാഗുഹ അങ്ങനെയൊക്കെ ഓർത്താൽ മതി. മഹാഗുഹ മഹാരാഷ്ട്ര, അജന്ത ഗുഹ. ഓക്കെ, ലോകപ്രശസ്തമായ അജന്തയിലെ ഗുഹാചിത്രങ്ങളിൽ ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ടവയുമുണ്ട്. രാജകീയ ജീവിതം, രാജസദസ്, അതിമാനുഷ ജീവികൾ എന്നിവ ഇതിൽ ചിത്രീകരണ വിഷയമാകുന്നുണ്ട്. അവയിൽ രാമായണ മഹാഭാരത രംഗങ്ങളും ഇതിവൃത്തങ്ങളാണ്. അനേക നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും ഭംഗിയായി നിലനിൽക്കുന്ന ഈ ചിത്രങ്ങൾ ഏറെയും തയ്യാറാക്കപ്പെട്ടത് പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടത് കേട്ടോ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും മങ്ങാതെ നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു അന്നത്തേത്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ പ്രകൃതിദത്തമായി, ഇന്നത്തെ പോലെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള പെയിന്റ് ഒന്നും അന്നില്ല. അപ്പൊ അന്ന് പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ, പൂക്കളിൽ നിന്നും ഇലകളിൽ നിന്നും എല്ലാം ലഭിക്കുന്ന വർണ്ണങ്ങളെല്ലാം കളക്ട് ചെയ്ത് അവർ നിർമ്മിച്ച നിറങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ ഇന്നും നിറം മങ്ങാതെ നിലനിൽക്കുന്നു. കണ്ടില്ലേ ചിത്രങ്ങൾ? ഓക്കെ, എന്ത് ഭംഗിയാണ് അല്ലേ ചിത്രങ്ങൾ കാണാൻ? കൊട്ടാരത്തിന്റെ ചിത്രമുണ്ട്, കോട്ടയുടെ ചിത്രമുണ്ട്, പിന്നെ ഒരു 2 വ്യക്തികളുണ്ട് അല്ലേ? ക്ലിയർ അല്ല ആരാന്നൊക്കെ ഉള്ളത്. ഒരു അമ്മയും കുഞ്ഞും പോലെയൊക്കെ ഉണ്ട് അല്ലെ കാണുമ്പോ. പിന്നെ ഇത് വീണ്ടും ഒരു കൊട്ടാരത്തിന്റെ ചിത്രം, ഒരു സന്യാസി പോലെ അല്ലെ, ഒരു രാജഗുരുവിനൊക്കെ പോലെയുള്ള ഒരു ചിത്രമുണ്ട്. അങ്ങനെ പല ചിത്രങ്ങൾ കാണാനുണ്ട് അല്ലേ? ഓക്കെ. ഗുപ്ത ഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചിരുന്നു. കണ്ടോ, സംസ്കൃതത്തിന് അന്നും നല്ല പ്രാധാന്യമായിരുന്നു. സംസ്കൃതം ഭരണഭാഷയായിരുന്നു. അപ്പൊ ഗുപ്തകാലത്തെ ഭരണഭാഷ ഏതായിരുന്നു? സംസ്കൃതമായിരുന്നു. പാലി പോലെ ജനകീയ ഭാഷ ഉപയോഗിച്ചിരുന്ന ബുദ്ധമതക്കാരുടെ ഭാഷ ഏതായിരുന്നു? പാലിയായിരുന്നു അല്ലെ? പാലിയായിരുന്നു. ബുദ്ധമതക്കാര് പാലിയാണ് ഉപയോഗിച്ചിരുന്നത്. അവർ പോലും എന്താണ്? സംസ്കൃതത്തിൽ രചനകൾ നടത്തി. രാമായണവും മഹാഭാരതവും മിക്ക പുരാണങ്ങളും ചിട്ടപ്പെടുത്തിയത് അതായത് വാമൊഴിയിൽ നിന്ന്. അന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയായിരുന്നു അല്ലെ? അപ്പൊ അവർ ഇതെല്ലാം പറയുമ്പോൾ പല ഭാഷകളിൽ പറയും, അവരവരുടേതായ ഭാഷകളിൽ പറയും. പക്ഷെ ഇത് എഴുതപ്പെട്ടപ്പോ എന്താണ്ടായത്? സംസ്കൃതത്തിലാണ് എഴുതിയത് അല്ലെ? അങ്ങനെ ഇത് എഴുതപ്പെട്ടത് ഏത് കാലഘട്ടത്താണ്? ഈ ഒരു ഗുപ്ത ഭരണകാലത്താണ്. ഓക്കെ. സംസ്കൃത ഭാഷയിൽ നാടകം, കാവ്യം, വ്യാകരണം, നിഘണ്ടു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത്. ഗ്രന്ഥനാമം, ഗ്രന്ഥകർത്താവ്, സാഹിത്യ വിഭാഗം എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇത് ചോദിക്കാം, ഇതിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇത് പല രീതിയിൽ ചോദിക്കാം. എന്താ, നമുക്ക് ഗ്രന്ഥം തന്നിട്ട് ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഗ്രന്ഥകർത്താവ് ആരാന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം നമുക്ക്. ഈ അഭിജ്ഞാന ശാകുന്തളാണ് ഒന്നാമത്തെ കേട്ടോ. ഇതറിയാലോ, ഇത് എല്ലാവർക്കും അറിയാം.
അഭിജ്ഞാന ശാകുന്തളം കാളിദാസന്റെ നാടകമാണ് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. നമ്മൾ കേൾക്കാത്തത് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. അഭിജ്ഞാന ശാകുന്തളം അറിയുന്ന വെച്ചിട്ട് പക്ഷെ ഒട്ടും ശ്രദ്ധിക്കാതിരിക്കരുത് കേട്ടോ. കാരണം നമ്മൾ അറിയുന്ന ഉറപ്പുള്ള വിചാരിക്കുന്നതായിരിക്കും പിന്നീട് തെറ്റാ. ഓക്കെ. അപ്പൊ ശാകുന്തളം കാളിദാസന്റെ നാടകമാണ്. കുമാരസംഭവം ആരുടെ തന്നെയാണ്? കാളിദാസന്റെയാണ്. പക്ഷെ എന്താണത്? കാവ്യമാണ്. അഭിജ്ഞാന ശാകുന്തളം കാളിദാസന്റെ നാടകമാണ്. കുമാരസംഭവം കാളിദാസന്റെ കാവ്യമാണ്. ഓക്കെ. എല്ലായിടത്തും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാ. കുമാരസംഭവം കാളിദാസൻ കാവ്യം. ഓക്കെ. കുമാരസംഭവം കാളിദാസൻ കാവ്യം. ഓക്കെ. ഇനി മൃച്ഛകടികം ആരുടെയാണ്? ശൂദ്രകന്റെ നാടകമാണ്. ശൂദ്രകന്റെ നാടകമാണ് എന്ത്? മൃച്ഛകടികം ശൂദ്രകൻ എഴുതി എന്താ അത്? നാടകമാണ്. സ്വപ്നവാസവദത്തം, ഇതും പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ. സ്വപ്നവാസവദത്തം ഭാസന്റെ നാടകമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്വപ്നവാസവദത്തം ആരുടെയാണ്? ഭാസന്റെ നാടകമാണ് എന്ത്? സ്വപ്നവാസവദത്തം. ഓക്കെ. ത്രികാടി എന്ന് പറയുന്നത് ഭർതൃഹരിയുടെ വ്യാകരണമാണ്. ഭർതൃഹരിയുടെ വ്യാകരണ ഗ്രന്ഥാണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. വ്യാകരണ ഗ്രന്ഥം ഭർതൃഹരി എഴുതിയത് ത്രികാണ്ഡി. അപ്പൊ ഭർതൃഹരിയുടെ ത്രികാണ്ഡി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് നാടകം, കാവ്യം, വ്യാകരണം, നിഘണ്ടു എന്നൊക്കെ വരും. അപ്പൊ എന്താണ്? വ്യാകരണമാണ് ത്രികാണ്ഡി. അമരകോശം അമരസിംഹം, പിന്നെ ഇത് ഗ്രന്ഥകർത്താവിന് കിട്ടും അല്ലെ പെട്ടെന്ന്. അമരകോശം അമരസിംഹൻ എഴുതി എന്താണെന്നാണ് നമുക്ക് കിട്ടാണ്ട് വരിക? നിഘണ്ടു ആണ്. അപ്പോ അഭിജ്ഞാന ശാകുന്തളം എന്താണ്? കാളിദാസന്റെ നാടകമാണ്. കുമാരസംഭവം കാളിദാസൻ കാവ്യം. കുമാരസംഭവം കാളിദാസന്റെ കാവ്യമാണ്. മൃച്ഛകടികം ശൂദ്രകന്റെ നാടകമാണ്. സ്വപ്നവാസവദത്തം ഭാസന്റെ നാടകമാണ്. ത്രികാണ്ഡി ഭർതൃഹരിയുടെ വ്യാകരണ ഗ്രന്ഥമാണ്. ത്രികാണ്ഡി. അമരകോശം അമരസിംഹന്റെ നിഘണ്ടുവാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. സംസ്കൃത നാടകങ്ങൾ ലോകപ്രസിദ്ധമാണെങ്കിലും അവ അവതരിപ്പിക്കുമ്പോൾ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നുള്ളൂ. അത് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. സ്ത്രീകളെ താഴ്ന്നതായിട്ടായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. എന്താലേ അവസ്ഥ? സ്ത്രീകളെ താഴ്ന്നതായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. പുരുഷ കഥാപാത്രം മാത്രമാണ് എന്ത് സംസാരിക്കൂ? സംസ്കൃത ഭാഷ സംസാരിക്കൂ. സ്ത്രീകൾക്ക് സംസ്കൃത ഭാഷ സംസാരിക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. അവര് എന്ത് ഭാഷ പറയണമായിരുന്നു? പ്രാകൃത ഭാഷ. മനസ്സിലായോ? അന്ന് സംസ്കൃത നാടകങ്ങളില് പുരുഷ കഥാപാത്രം, അതായത് ഉന്നത പുരുഷ കഥാപാത്രം മാത്രമാണ് സംസ്കൃതം സംസാരിക്കൂ. രാജ്ഞി അടക്കമുള്ള സ്ത്രീകളും പ്ലസ് താഴ്ന്ന ജാതിയിലെ പുരുഷ കഥാപാത്രങ്ങളും പ്രാകൃത ഭാഷയായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമിട്ട ചില ദർശനങ്ങളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഷഡ് ദർശനങ്ങൾ. എന്താണ് ഷഡ് ദർശനങ്ങൾ? 6 സിസ്റ്റംസ് ഓഫ് ഫിലോസഫി. അങ്ങനെ 6 ദർശനങ്ങൾ അല്ലെ. ഷഡ് പറഞ്ഞ എന്താണ്? 6 അല്ലെ. ഷഡ് ദർശനങ്ങൾ അന്ന് ആണ് രൂപപ്പെട്ടത്, ഈ കാലഘട്ടത്തിലാണ്. അതെന്താണ് നമുക്ക് നോക്കാം അല്ലെ. 6 ദർശനങ്ങൾ എന്താ നോക്കാം. അത് ആരാണ്, അതിൻ്റെയൊക്കെ വക്താവ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ 6 ദർശനങ്ങളും അതിന്റെ വക്താക്കൾ ആരാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കല്ലേ. സാംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, വേദാന്ത, മീമാംസ. സാംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, വേദാന്ത, മീമാംസ. സാംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, വേദാന്ത, മീമാംസ. ഇത്രയും 6 ദർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സാംഖ്യ എന്ന് പറയുന്നത് കപിലന്റെയാണ്. സാംഖ്യ കപിലൻ, യോഗ പതഞ്ജലി, ന്യായ ഗൗതമൻ, വൈശേഷിക കണാദൻ, വേദാന്ത ബാദരായണ, മീമാംസ
ജെമിനി. അപ്പൊ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോഡിലൂടെ ഓർത്ത് വെക്കാം കേട്ടോ, അതാണ് നല്ലത്. നമുക്ക് എന്തെങ്കിലും ഒരു കോഡ് ഇട്ടിട്ട് ഓർത്ത് വെച്ചാലോ? കാരണം ഇങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും മറന്നു പോവാൻ സാധ്യതയുണ്ട് അല്ലെ. ഓരോ ദർശനങ്ങളുടെയും വക്താവ് ആരാന്ന് ചിലപ്പോ മറന്നു പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഒരു കോഡിലൂടെ ഓർക്കാം. നോക്കാം. അപ്പൊ ഒന്നാമത്തേത് സാംഖ്യയാണ് അല്ലെ. സാംഖ്യ. സാംഖ്യ എന്ന് പറയുമ്പോൾ സംഖ്യ എന്ന് ഓർക്കുക കേട്ടോ. സംഖ്യ. സംഖ്യ. അപ്പൊ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്സ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മളൊരു മാത്സ് ക്ലാസ് ആണെന്ന് വിചാരിക്കാം. മാത്സ് ക്ലാസ്സിൽ എല്ലാവരും കലപില എന്ന് സൗണ്ട് വെക്കും അല്ലെ. അപ്പൊ കലപില. ആർക്കും അധികം ഇഷ്ടമല്ല മാത്സ്. ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ, പക്ഷെ ആർക്കും ഇഷ്ടമല്ല എന്ന് ഓർക്കുക. അപ്പൊ സംഖ്യയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മാത്സ് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും കലപില സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ ആർക്കും ഇഷ്ടമല്ല കലപില സൗണ്ട്. കലപില, കപിലൻ. സാംഖ്യ, കപിലൻ. കിട്ടിയില്ലേ? സാംഖ്യ. സംഖ്യയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും കലപില സൗണ്ട് ഉണ്ടാക്കുക പണി. അപ്പോ ഒരു മാത്സ് ക്ലാസ് ഓർക്കുക കേട്ടോ. സംഖ്യ. സംഖ്യ പറയുമ്പോൾ നമ്പർ അല്ലേ. സംഖ്യ. ഓക്കെ. അപ്പൊ സംഖ്യ. സംഖ്യയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കലപില സൗണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സാംഖ്യ, കലപില. സംഖ്യ, കലപില, സാംഖ്യ, കപിലൻ. ക്ലിയർ അല്ലേ? അടുത്തത് യോഗ. യോഗ. യോഗ എങ്ങനെ നോക്കാം? ഒരു അഞ്ജലി. പതഞ്ജലി അല്ലേ, അതൊരു അഞ്ജലി എന്ന് എടുക്കുക കേട്ടോ. അഞ്ജലി യോഗ ചെയ്യാണ്. അഞ്ജലി എന്നൊരു പെൺകുട്ടി ഉണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ഓർക്കുക. ഒരു അഞ്ജലി എന്നുള്ളൊരു പെൺകുട്ടി ഉണ്ട്. അപ്പൊ അഞ്ജലി എന്നുള്ള പെൺകുട്ടി എന്ത് ചെയ്യാണ്? യോഗ ചെയ്യാണ്. ഓക്കെ. അഞ്ജലി എന്നുള്ള പെൺകുട്ടി യോഗ ചെയ്യാണ്. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പതഞ്ജലി യോഗ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ന്യായ. ന്യായ, ഗൗതമൻ. നമ്മൾ ന്യായം പറയുമ്പോൾ അല്ലെ, നമ്മുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ടാണോ പറയാ? അല്ല അല്ലെ, നമ്മൾ വളരെ ഗൗരവത്തോടെയാണ് പറയാ അല്ലെ. അപ്പൊ ഗൗരവം, ഗൗതമൻ. അപ്പൊ നമ്മൾ ന്യായം പറയുമ്പോൾ, നമ്മുടെ ഭാഗത്തുള്ള ന്യായം പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായിട്ടാണ് പറയാ അല്ലെ. ന്യായം, ഗൗരവം, ഗൗതമൻ. ഓക്കെ. അപ്പൊ ന്യായം, ഗൗതമൻ. ഇനി വൈശേഷിക. വൈശേഷിക, കണാദൻ. വൈശേഷിക നമ്മളെ ഒരു വിശേഷം എന്നൊക്കെ എടുക്കുക കേട്ടോ. വൈശേഷിക, വിശേഷം. എന്തേലും വിശേഷം ഉള്ളപ്പോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഞാനൊരു ഐഡിയ പറയുന്നേ ഉള്ളൂ. വൈശേഷിക, വിശേഷം. വിശേഷമുള്ളപ്പോ നമ്മള് കണ്ണനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യൂല്ലേ. നമ്മുടെ പിറന്നാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണാന്ന് വിളിച്ച് പ്രാർത്ഥിക്കും അല്ലേ. എന്തെങ്കിലും വിശേഷമുള്ളപ്പോ കണ്ണനെ വിളിക്കും. വൈശേഷിക, കണാദൻ. വൈശേഷിക കണ്ണാന്ന് ഓർത്തച്ചാൽ മതി കേട്ടോ. വിശേഷം കണ്ണൻ. വിശേഷമുള്ളപ്പോ നമ്മൾ കണ്ണനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ വൈശേഷിക, കണാദൻ. ഓക്കെ അല്ലേ? അടുത്തത് വേദാന്ത, ബാദരായണ. നമുക്ക് വേദ, ബാധ എന്ന് ഓർക്കാം കേട്ടോ. വേദ, ബാധ. വേദാന്ത, ബാദരായണ. വേദ, ബാധ. മീമാംസ, ജെമിനി. ഇനി ലാസ്റ്റത്തെയാണ് ഏത്? മീമാംസ അല്ലെ. മീമാംസ, ജെമിനി. മീമാംസ, ജെമിനി. നമുക്ക് എങ്ങനെ ഓർക്കാം? മീമാസ എന്നുള്ളതിന് നമുക്ക് ഈ മാസം എന്ന് ഓർക്കാം. ഈ മാസം. ഈ മാസം എല്ലാവർക്കും എന്തായിരുന്നു പണി? ജെമിനി ആപ്പിൽ ഇട്ടിട്ട് നമ്മുടെ പിക്ചേഴ്സ് ഒക്കെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് വളരെ ഗ്ലാമറസ് ആക്കിയിട്ട് എടുക്കുമായിരുന്നു പണി അല്ലേ. അപ്പൊ ഈ മാസം എല്ലാവരും ജെമിനി യൂസ് ചെയ്യായിരുന്നു. ഈ മാസം ജെമിനി. മീമാംസ, ജൈമിനി. ഓക്കെ അല്ലേ? ഈ മാസം ജെമിനിയിൽ ഇട്ടിട്ട് എല്ലാവർക്കും ഫോട്ടോ മോഡിഫൈ ചെയ്തെടുക്കായിരുന്നു പണി അല്ലേ. ഈ മാസം ജെമിനി. മീമാംസ, ജൈമിനി. ക്ലിയർ അല്ലേ? ഓരോന്നും ഓർത്തു നോക്കൂ. സാംഖ്യ, സംഖ്യ, കലവില, സാംഖ്യ, കപിലൻ. യോഗ ചെയ്യുന്നത് ആരാണ്? അഞ്ജലി എന്ന പെൺകുട്ടി അല്ലേ. യോഗ ചെയ്യുന്നത് ആരാണ്? അഞ്ജലി എന്ന പെൺകുട്ടി. യോഗ, പതഞ്ജലി. ന്യായ. ന്യായം വെക്കുമ്പോ ഗൗരവമായിട്ടിരിക്കും അല്ലെ നമ്മള്. ന്യായ, ഗൗതമൻ. വൈശേഷിക, കണാദൻ. വിശേഷമുള്ളപ്പോ നമ്മൾ കണ്ണാന്ന് വിളിക്കും അല്ലെ. വിശേഷം എന്തേലും വിശേഷമുള്ളപ്പോ കണ്ണാന്ന് വിളിക്കും. വൈശേഷിക, കണാദൻ. വേദ, ബാധ. വേദാബാധ, വേദാബാധ എന്നിങ്ങനെ പറയാം. വേദാന്ത, ബാദരായണ. മീമാംസ. ഈ മാസം ജെമിനി യൂസ് ചെയ്യണം അല്ലേ.
മീമാംസം, മീമാംസ, ജൈമിനി, മീമാംസ, ജൈമിനി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ശാസ്ത്രം. ഗുപ്തകാലത്ത് ശാസ്ത്രഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നു. ഇവ പ്രധാനമായും ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിലായിരുന്നു. അപ്പോൾ അന്ന് ശാസ്ത്രവും ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിലായിരുന്നു. വരാഹമിഹിരന്റെ ബൃഹത് സംഹിതയും ആര്യഭടന്റെ ആര്യഭടീയവും. അപ്പൊ ബൃഹത് സംഹിത ആരുടെയാന്ന് ഓർത്ത് വെച്ചോട്ടോ. ബൃഹത് സംഹിത ആരുടെയാണ്? വരാഹമിഹിരന്റെയാണ്. ആര്യഭടന്റെ ആര്യഭടീയം, അമരസിംഹന്റെ അമരകോശം ഒക്കെ ഇക്കാലത്ത് രചിക്കപ്പെട്ടതായിരുന്നു. ഓക്കെ. ലോഹ സംസ്കരണം. CE 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഡൽഹിക്കടുത്ത് മഹ്റൗളിയിൽ നിലനിൽക്കുന്ന ഇരുമ്പു സ്തംഭം അക്കാലത്തെ, ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ് ഡൽഹിയിലെ ഇരുമ്പു സ്തംഭം. അക്കാലത്തെ ലോഹ സംസ്കരണത്തിന്റെ വലിയ ഒരു ഉദാഹരണമാണ് 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഡൽഹിയിലെ മഹ്റൗളിയിൽ ഉള്ള ഇരുമ്പു സ്തംഭം. നൂറ്റാണ്ടുകളായി മഴയും വെയിലും ഏറ്റ് നിൽക്കുന്ന ഈ ഇരുമ്പു സ്തംഭം ഇപ്പോഴും തുരുമ്പിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ വലിയൊരു പ്രത്യേകത. മനസ്സിലായോ? നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും എന്താണ്? അത് തുരുമ്പിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത. കണ്ടില്ലേ? ഇരുമ്പു സ്തംഭം ഇവിടെയാണ് കേട്ടോ. ഓക്കെ. ഇനി ദക്ഷിണേന്ത്യയിലെ കാര്യം നോക്കാം. ഇനി വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ദക്ഷിണേന്ത്യയിലെ കാര്യമായിട്ടൊന്നും നോക്കാനില്ല, എന്നാലും ജസ്റ്റ് നോക്കാം. ഗുപ്ത രാജാക്കന്മാർ ബ്രാഹ്മണർക്ക് ഭൂമിദാനം നൽകിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. CE 6-ാം നൂറ്റാണ്ടോടെ ഭൂമിദാനം ചെയ്യുന്ന പതിവ് ദക്ഷിണേന്ത്യയിലെയും വ്യാപിച്ചു. 6-ാം നൂറ്റാണ്ടിലെ ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിച്ചു. ഇതിന് കാരണം ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള ബ്രാഹ്മണരുടെ കുടിയേറ്റമാണ്. അവിടെ നിന്നും ഇങ്ങോട്ട് ബ്രാഹ്മണർ കുടിയേറിയല്ലേ. അപ്പോ ഇവിടെയും എന്ത് തുടങ്ങി? ഇവിടെയും ഭൂമിദാനം തുടങ്ങി. പല്ലവരും പാണ്ഡ്യരും ആയിരുന്നു ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ രാജവംശം. പല്ലവർ, പാണ്ഡ്യർ, ചോളർ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ പല്ലവരും പാണ്ഡ്യരായിരുന്നു ഈ 6-ാം നൂറ്റാണ്ടിലെ ദക്ഷിണേന്ത്യയിലെ രാജവംശങ്ങൾ. അവരെന്ത് ചെയ്തു? ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ഒക്കെ ഭൂമി ദാനം ചെയ്തു കൊടുത്തു. അതിന്റെ ഫലമായിട്ട് ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്തത് ഈ പ്രദേശങ്ങളിൽ കൃഷി വികസിക്കാൻ കാരണമായി. മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ ബ്രാഹ്മണർക്ക് കൃഷിയുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഉണ്ടായിരുന്ന അറിവ് കൃഷിയുടെ വ്യാപനത്തിന് സഹായമായി. രാജാക്കന്മാരും ഗ്രാമഭരണകൂടങ്ങളും ജലസംഭരണികൾ നിർമ്മിച്ചും ജലസേചന സംവിധാനം ഒരുക്കിയും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കൃഷി അന്ന് വികസിച്ചു. ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലായിരുന്ന ക്ഷേത്രങ്ങൾ ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ ക്ഷേത്രങ്ങളുടെ ഇടപെടലിന്റെ ഫലമായി പല്ലവ രാജ്യത്ത് കാർഷിക പുരോഗതി ഉണ്ടായി. കൃഷിയെ ഉൽപാദന മിച്ചം വ്യാപാരത്തിന്റെ പുരോഗതിക്ക് കാരണമായി. അങ്ങനെ കൃഷി ഉൽപാദന മിച്ചം വന്നു, വ്യാപാരം തുടങ്ങി. ആഭ്യന്തര വ്യാപാരത്തിനൊപ്പം സമുദ്രം കടന്നുള്ള വ്യാപാരവും വളർന്നു. മഹാബലിപുരം പല്ലവരുടെ തിരക്കേറിയ തുറമുഖമായിരുന്നു. ഏതാണ്? മഹാബലിപുരം. നാഗപട്ടണമായിരുന്നു മറ്റൊരു തുറമുഖം. അപ്പോൾ അന്നത്തെ തുറമുഖങ്ങളായിരുന്നു മഹാബലിപുരവും പിന്നെ നാഗപട്ടണവും അല്ലെ. മഹാബലിപുരവും നാഗപട്ടണവും അന്നത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളായിരുന്നു. പാണ്ഡ്യരാജ്യത്തെ വ്യാപാരത്തിന്റെ സവിശേഷതയായിരുന്നു വണിക സമൂഹങ്ങൾ. എന്താണ് വണിക സമൂഹം? പാണ്ഡ്യരാജ്യത്തെ വ്യാപാരത്തിന്റെ സവിശേഷതയായിരുന്നു വണിക സമൂഹം. അപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിൽ ശ്രേണികൾ എന്നറിയപ്പെട്ട കച്ചവട കൂട്ടായ്മകളെ കുറിച്ച് പറയണ്ടായി അല്ലെ. ഉത്തരേന്ത്യയിൽ ശ്രേണികൾ എന്നറിയപ്പെട്ട കച്ചവട കൂട്ടായ്മകൾ, ദക്ഷിണേന്ത്യയിൽ എന്താണ് അറിയപ്പെട്ടത്? വണിക സമൂഹങ്ങൾ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഉത്തരേന്ത്യയിൽ എന്തറിയപ്പെട്ടു? ശ്രേണികൾ. ദക്ഷിണേന്ത്യയിൽ എന്തറിയപ്പെട്ടു? വണിക സമൂഹം. അത്രേ ഉള്ളൂ. ഓരോ ഉൽപ്പന്നത്തിന്റെയും വ്യാപാരത്തിൽ ഓരോ വണിക സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇനി നഗരത്താർമാർ ആരായിരുന്നു? വ്യാപാരികളായിരുന്നു. നഗരത്താർ എന്ന് പറഞ്ഞ ആരായിരുന്നു? വ്യാപാരികളായിരുന്നു കേട്ടോ. അവരെന്തൊക്കെയായിരുന്നു അവരുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ? കുരുമുളക്, ചന്ദനം, സ്വർണം, മുത്ത്. കുരുമുളക്, ചന്ദനം, സ്വർണം, മുത്ത് എന്നിവയെല്ലാം പാണ്ഡ്യർ കയറ്റുമതി ചെയ്തിരുന്നു. കോർഗൈ, കായൽപട്ടണം, പെരിയപട്ടണം മുതലായ തുറമുഖങ്ങൾ വഴി റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബി വ്യാപാരികളായിട്ട് കണ്ടോ വിദേശത്തേക്കെല്ലാം കച്ചവടം ഉണ്ടായിരുന്നു അല്ലെ. റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബി വ്യാപാരികളുമായി
കോർക്കൈ, കായൽപട്ടണം, പെരിയപട്ടണം തുടങ്ങിയ തുറമുഖങ്ങൾ വഴി കച്ചവടം നടത്തിയിരുന്നു. കൃഷിയുടെ വ്യാപനവും വ്യാപാര വളർച്ചയും വ്യത്യസ്ത തൊഴിലുകളും പല്ലവ പാണ്ഡ്യ രാജ്യങ്ങൾക്ക് നികുതി മാർഗങ്ങളായി മാറി. ഭൂനികുതിയായിരുന്നു പ്രധാനം. ഇത് വിളവിന്റെ 1/10 മുതൽ, അതായത് 10ൽ ഒരു ഭാഗം അല്ലെ, 10ൽ ഒരു ഭാഗം മുതൽ 6ൽ ഒരു ഭാഗം വരെ എന്തുണ്ടായിരുന്നു? നികുതി നൽകണമായിരുന്നു. 10ൽ 1 മുതൽ 6ൽ 1 വരെ. വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവർ നികുതി അടയ്ക്കണമായിരുന്നു. ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ബ്രഹ്മദേയം, ബ്രാഹ്മണർ താമസമാക്കിയ അഗ്രഹാരം എന്നിവയ്ക്ക് ഭൂനികുതി ഒഴിവാക്കിയിരുന്നു. അപ്പോൾ നികുതി ഒഴിവാക്കിയിരുന്നത് ആർക്കൊക്കെയാണ്? ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്ന് വാങ്ങിയിരുന്നില്ല കേട്ടോ. ഈ ക്ഷേത്രത്തിന് കൊടുത്ത ഭൂമിയെ എന്താ പറഞ്ഞിരുന്നത്? ബ്രഹ്മദേയം. ബ്രാഹ്മണർ താമസിക്കുന്ന ഭൂമിയെ അഗ്രഹാരം. ബ്രഹ്മദേയം ക്ഷേത്രത്തിന്റെയും അഗ്രഹാരം ബ്രാഹ്മണരുടെയും. അപ്പൊ ഈ 2 ഭൂമിയിൽ നിന്നും നികുതി വാങ്ങിയിരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ബ്രഹ്മസ്വം അഥവാ ബ്രഹ്മദേയം എന്താണ്? ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്ന ഭൂമിയെ ബ്രഹ്മദേയം എന്ന് വിളിച്ചു. ബ്രഹ്മസ്വം അഥവാ ബ്രഹ്മദേയം, ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ധാന്യമായി നൽകുന്ന ഭൂമിയെ ബ്രഹ്മദേയം എന്ന് വിളിച്ചു. അഗ്രഹാരം ബ്രാഹ്മണ ഗ്രാമങ്ങൾ ആണ് കേട്ടോ. അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് അഗ്രഹാരം. ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവന്, ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമി ദേവദാനം. ഓക്കെ, അങ്ങനെ അറിയപ്പെട്ടു. ഓക്കെ, ക്ഷേത്രത്തിന് കൊടുത്തത് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ബ്രഹ്മദേയം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇവിടെ ഉള്ളത് ബ്രഹ്മദേയം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് കൊടുത്തിട്ടുള്ളതാണ്. എന്ത്? ബ്രാഹ്മണർക്ക് കൊടുത്തിട്ടുള്ളതാണ് ബ്രഹ്മദേയം. ഓക്കെ, ബ്രാഹ്മണർ താമസിക്കുന്നതാണ് എന്ത്? അഗ്രഹാരം. ഇനി ദേവന് കൊടുത്തിട്ടുള്ളത് ദേവദാനം അല്ലെങ്കിൽ ദേവസ്വം ആണ് കേട്ടോ. ദേവസ്വമാണ്. ഓക്കെ, ഇനി നമുക്ക് ദക്ഷിണേന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ പറ്റി കൂടെ ചെറുതായിട്ടൊന്ന് പറയാനുണ്ട്. നോക്കാം. പല്ലവ പാണ്ഡ്യ പ്രദേശങ്ങളിലെ സമൂഹം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു. ബ്രഹ്മദേയങ്ങൾ എന്ന പേരിൽ ധാരാളമായി ഭൂമി ലഭിച്ച ബ്രാഹ്മണർ വളരെ സമ്പന്നരായിരുന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാം അല്ലെ. ബ്രാഹ്മണർ സമ്പന്നരായിരുന്നു, അവർക്ക് നിറയെ ഭൂമി ഉണ്ടായിരുന്നു. കീഴ്ജാതികളായി കണക്കാക്കപ്പെട്ടവർ കീഴ്ജാതികളായി കണക്കാക്കപ്പെട്ടവർ എന്താണ്? ഒരുപാട് ആവശ്യതകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. പല്ലവ പാണ്ഡ്യ ദേശങ്ങളിൽ ഗ്രാമ സ്വയംഭരണം ഉണ്ടായിരുന്നു. ഗ്രാമ കോടതി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം, നീതിന്യായം എന്നിവ നടപ്പാക്കലും ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് തർക്കങ്ങൾ തീർക്കലും എല്ലാം ഉണ്ടായിരുന്നു. ഇതിലൊന്നും രാജാക്കന്മാര് ഇടപെട്ടിരുന്നില്ല. ഗ്രാമത്തലവന്മാരാണ് അതൊക്കെ ചെയ്തിരുന്നത്. ആചാരങ്ങൾ, ആരാധനാക്രമം, ജാതി നിയമം ഇതിലും രാജാക്കന്മാര് കൈകടത്തിയിരുന്നില്ല. നിങ്ങൾ മുൻഭാഗത്ത് പരിചയപ്പെട്ടു, നമ്മൾ നേരത്തെ പഠിച്ചു എന്ത്? ജൈനമതവും ബുദ്ധമതമൊക്കെ പഠിക്കേണ്ടായില്ലേ. പല്ലവരുടെ കാലത്തിന് മുന്നേ ദക്ഷിണേന്ത്യയിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പല്ലവ രാജ്യത്തിന് മുന്നേ, പല്ലവ രാജവംശം വരുന്നതിന് മുന്നേ ജൈനമതവും ബുദ്ധമതമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ബ്രാഹ്മണരുടെ അധികാരം ഇവിടെ വളർന്നപ്പോൾ മറ്റു മതങ്ങൾ എന്ത് ചെയ്തു? ക്ഷയിച്ചു പോയി. പല്ലവരും പാണ്ഡ്യരും ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു അല്ലെ. അപ്പൊ അന്നത്തെ ബുദ്ധ ജൈന മതങ്ങളൊക്കെ ഇവിടുന്ന് അപ്രത്യക്ഷമായി. പല്ലവരും പാണ്ഡ്യവരും ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ ഭക്തി പ്രസ്ഥാനം വളർന്നു വന്നു. ബ്രാഹ്മണ മതത്തിന്റെയും ഭക്തിയുടെയും ആശയങ്ങളാണ് അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ പ്രതിഫലിച്ചത്. അപ്പോൾ ഈ ബ്രാഹ്മണ മതത്തിന്റെ ഭക്തി എന്താണോ അതാണ് എന്ത്? ഇവിടെ ദക്ഷിണേന്ത്യയിൽ പിന്നീട് വന്നത്. പല്ലവർ സംസ്കൃത സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചു. പല്ലവ രാജാവായിരുന്നു ആര്? മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു. പല്ലവ രാജാവായിട്ടുള്ള മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ സംസ്കൃത പണ്ഡിതനായിരുന്നു. മത്തവിലാസ പ്രഹസനം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മത്തവിലാസ പ്രഹസനം ആരുടെ കൃതിയാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്ന ആരുടെയാണ്? മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. മത്തവിലാസ പ്രഹസനം ആരുടെ കൃതിയാണ്? മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. അദ്ദേഹം പല്ലവ രാജാവായിരുന്നു. ഓക്കെ, മത്തവിലാസ പ്രഹസനം എന്നൊക്കെ കണക്ട് ചെയ്യാം. മത്തവിലാസം മഹേന്ദ്രവർമ്മൻ. ഓക്കെ, ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങൾ അക്കാലത്ത് ജനജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിരുന്നു. ക്ഷേത്രങ്ങൾ അക്കാലത്തെ പ്രധാന കലാനിർമ്മിതികളായിരുന്നു. കാഞ്ചീപുരം, മഹാബലിപുരം, മധുര എന്നിവിടങ്ങളിലാണ് പ്രധാന ക്ഷേത്രം അല്ലെ. മധുര നമ്മൾ നേരത്തെ UP-യിൽ പറഞ്ഞു അല്ലെ. മധുര
അത് ഇതാണ് കേട്ടോ. സോറി, മധ്യപ്രദേശിലെ മധുര ഈ മധുരയാണ്. ഇവിടെ കാണുന്ന മധുര എവിടെയാണ്? തമിഴ്നാട്ടിലാട്ടോ. തമിഴ്നാട്ടിലാണ് ഇത്, ഈ മധുര. ഓക്കെ. അപ്പൊ കാഞ്ചീപുരം, മഹാബലിപുരം, മധുര എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളെല്ലാം ഈ നിർമ്മിതികൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. അക്കാലത്തെ ക്ഷേത്രങ്ങള് ഇവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്ര നിർമ്മാണ ശൈലിനെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ദ്രാവിഡ ശൈലി എന്നാണ് പറഞ്ഞിരുന്നത്. ക്ഷേത്ര നിർമ്മാണ ശൈലി ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നു? ദ്രാവിഡ ശൈലി. കാലക്രമേണ ക്ഷേത്ര നിർമ്മാണം 3 ഘട്ടങ്ങളിലായിട്ട് വികസിച്ചു എന്നാ പറയുന്നത്. എന്തായിരുന്നു? ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? പാറ വെട്ടി നിർമ്മിച്ച ക്ഷേത്രങ്ങളായിരുന്നു. പാറ കല്ലുകളൊക്കെ വെട്ടിയിട്ടുള്ളതായിരുന്നു. പിന്നീട് എന്തായി? ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രങ്ങൾ. തമിഴ്നാട്ടിലാണ് കേട്ടോ ഇതൊക്കെ അധികം കാണാൻ പറ്റാം. പോയിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലെ. ഒറ്റക്കല്ലിൽ തീർത്ത വലിയ വലിയ രഥക്ഷേത്രങ്ങൾ പിന്നീടുണ്ടായി. പിന്നീട് ഘടനാ ക്ഷേത്രങ്ങൾ കേട്ടോ. പിന്നീട് വന്നതാണ് ഘടനാക്ഷേത്രം. പാറ വെട്ടി നിർമ്മിച്ചത്, ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രങ്ങൾ, ഘടനാക്ഷേത്രങ്ങൾ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ക്ഷേത്ര നിർമ്മാണം ഉണ്ടായത്. അന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് ക്ഷേത്രങ്ങൾ, ഇന്നും നിലനിൽക്കുന്ന ക്ഷേത്രങ്ങൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് കൊടുത്തിട്ടുള്ളത് എവിടെയാണ്? കാഞ്ചീപുരം. കാഞ്ചീപുരത്തെ മാമണ്ടൂർ ഗുഹാക്ഷേത്രമാണ്. കാഞ്ചീപുരത്തെ മാമണ്ടൂർ ഗുഹാക്ഷേത്രം. പിന്നെ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് രഥക്ഷേത്രമാണ് കേട്ടോ. 2ാം ഘട്ടം രഥക്ഷേത്രം മഹാബലിപുരം. അപ്പൊ ഓരോ ഘട്ടത്തിനും ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത്. മാമണ്ടൂർ ഗുഹാക്ഷേത്രം, കാഞ്ചീപുരം. അത് എന്താണ്? പാറ വെട്ടി നിർമ്മിച്ചതാണ് അല്ലേ. അപ്പൊ മാമണ്ടൂർ ഗുഹാക്ഷേത്രം, കാഞ്ചീപുരം. രഥക്ഷേത്രത്തിന് ഉദാഹരണം മഹാബലിപുരത്തെ രഥക്ഷേത്രമാണ്. കണ്ടോ? ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രം. പിന്നെ മൂന്നാമത് കൊത്തുപണിയോട് കൂടിയുള്ള മധുര മീനാക്ഷി ക്ഷേത്രം. ഓക്കെ. മധുര മീനാക്ഷി ക്ഷേത്രം എന്താണ്? ഘടനാക്ഷേത്രം കേട്ടോ. അപ്പൊ മാമണ്ടൂർ ഗുഹാക്ഷേത്രം, കാഞ്ചീപുരം, മഹാബലിപുരത്തെ രഥക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം. ഓക്കെ. ഇനി ദ്രാവിഡ ശില്പകശാല എന്ന് പറഞ്ഞിട്ടൊരു ഇതോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഉള്ളൂ നമുക്ക് ഇതിൽ നോക്കാൻ. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. മഹാബലിപുരത്തെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ദ്രാവിഡ ശില്പശാല ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഒന്ന് കേട്ടാൽ മതി. ക്ഷേത്ര നിർമ്മാണം ഇന്ത്യയിൽ പുരാതന കാലം തൊട്ടേ നിലനിന്നിരുന്നു. ക്ഷേത്ര വാസ്തുശില്പശാല 3 തരത്തിലായിരുന്നു. നഗര വാസര ശൈലികൾ പൊതുവെ ഉത്തരേന്ത്യയിലും ദ്രാവിഡ ശൈലി ദക്ഷിണേന്ത്യയിലും നിലനിന്നു. നഗര വാസര ശൈലികൾ ഉത്തരേന്ത്യയിലും ദ്രാവിഡ ശൈലി ദക്ഷിണേന്ത്യയിലും നിലനിന്നു. ഭീമാകാരമായ മണ്ഡപങ്ങൾ ദ്രാവിഡ വാസ്തുശില്പകലയുടെ പ്രധാന സവിശേഷതയാണ്. പല്ലവരാണ് ദ്രാവിഡ വാസ്തുശില്പകലാ വൈദഗ്ധ്യം ആദ്യം തെളിയിച്ചത്. മഹാബലിപുരത്തെ ക്ഷേത്രങ്ങൾ അവരുടെ വാസ്തുശില്പകലാ വൈദഗ്ധ്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്നാൽ ദ്രാവിഡ ശൈലിയിൽ ഏറ്റവുമധികം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ചോളന്മാരാണ്. വാസ്തുശില്പകലാ വൈദഗ്ധ്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്ത്? മഹാബലിപുരത്തെ ക്ഷേത്രങ്ങൾ. എന്നാൽ ദ്രാവിഡ ശൈലിയിൽ ഏറ്റവുമധികം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ചോളന്മാരാണ്. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. മധുര മീനാക്ഷി ക്ഷേത്രം, ശ്രീരംഗം ക്ഷേത്രം തുടങ്ങിയവ പാണ്ഡ്യരുടെ കാലത്തെ പ്രശസ്ത നിർമ്മിതികളാണ്. മധുര മീനാക്ഷി ക്ഷേത്രം, ശ്രീരംഗം ക്ഷേത്രം തുടങ്ങിയവ പാണ്ഡ്യരുടെ കാലത്തെ പ്രധാന നിർമ്മിതികളാണ്. ദ്രാവിഡ വാസ്തുശില്പകലയിൽ തീർത്ത ക്ഷേത്രങ്ങൾക്ക് പ്രധാനമായും ശ്രീകോവിൽ, വിമാനം, ശിഖരം, മണ്ഡപം, പ്രദക്ഷിണം എന്നിവയുണ്ടാകും. ദ്രാവിഡ വാസ്തുശില്പകലയിൽ തീർത്ത ക്ഷേത്രങ്ങൾക്ക് പ്രധാനമായും ശ്രീകോവിൽ, അതായത് ഗർഭഗൃഹം, വിമാനം, അതായത് ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം, ശിഖിരം, അതായത് വിമാനത്തിന്റെ മുകളറ്റം, കണ്ടോ ഈ ഭാഗം, മണ്ഡപം, പ്രദക്ഷിണപഥം എന്നിവ ഉണ്ടാകും. മനസ്സിലായോ? ദ്രാവിഡ വാസ്തുശില്പകലയിൽ തീർത്ത ക്ഷേത്രങ്ങൾക്ക് പ്രധാനമായും ശ്രീകോവിൽ, അതായത് പ്രധാന ഭാഗം കേട്ടോ, ഗർഭഗൃഹം, പിന്നെ വിമാനം, ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം, പിന്നെ അതിൻ്റെ മുകളിലുള്ള ശിഖരം, വിമാനത്തിന്റെ മുകളറ്റം, മണ്ഡപം, പ്രദക്ഷിണപഥം എന്നിവയുണ്ടാകും. ഭീമാകാരങ്ങളായ പ്രവേശന കവാടങ്ങൾ, ഉയർന്ന ഗോപുരങ്ങൾ, അലങ്കാരമായി കൊത്തിവെച്ച ആനകൾ, കുതിരകൾ, വ്യാളിമുഖങ്ങൾ എന്നിവ ദ്രാവിഡ ശൈലിയുടെ സവിശേഷതകളാണ്. ഈ ക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ അസാമാന്യ വൈദഗ്ധ്യത്തോടെ ഇതിഹാസ പുരാണങ്ങളിലെ കഥകളും കഥാപാത്രങ്ങളും
അതിസൂക്ഷ്മമായി കൊത്തിവച്ചിട്ടുണ്ട്. മഹാബലിപുരം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളും കല്ലിൽ കൊത്തിയ ചിത്രങ്ങളും കാണാവുന്നത് തമിഴ്നാട്ടിലെ മഹാബലിപുരത്താണ്. മാമല്ലപുരം. മാമല്ലപുരം എന്നുകൂടി അറിയപ്പെടുന്ന മഹാബലിപുരം ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഒറ്റക്കല്ലുകളിൽ തീർത്ത പഞ്ചപാണ്ഡവരെ സൂചിപ്പിക്കുന്ന 5 രഥക്ഷേത്രങ്ങളും കടൽ തീരത്ത് നിർമ്മിച്ച ഷോർ ടെമ്പിളും പല്ലവരുടെ വാസ്തുശില്പകലയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. പാറയിലെ കൊത്തുപണികളായ അർജുന തപസ്, മഹിഷാസുര മർദ്ദനം എന്നിവ പല്ലവ കലയുടെ മറ്റ് ഉദാഹരണങ്ങളാണ്. യുനെസ്കോ പൈതൃക നഗരമായി മഹാബലിപുരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ. അത്യാവശ്യം നല്ല ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ, വളരെ രസകരമായിരുന്നു. നമ്മൾ ഇത് വലിയ കഷ്ടമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കഷ്ടമായിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ചരിത്ര വസ്തുതകളൊക്കെ അറിയാൻ താല്പര്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ രസകരമായി തന്നെ വായിക്കാൻ പറ്റിയൊരു ചാപ്റ്റർ ആണ് അല്ലെ ഇത്. വളരെ കുറച്ച് പോർഷൻസ് നമുക്ക് അതിൽ കുറച്ച് പഠിക്കാനുണ്ട്. മീൻസ് മറക്കാതെ ഇരിക്കാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. അതാണ് ഞാൻ ഇത് കോഡ് വെച്ചിട്ടൊക്കെ പറഞ്ഞു തന്നത്. നോക്കൂ, കിട്ടുന്നുണ്ടോന്ന് ജസ്റ്റ് നോക്കി നോക്കാം. സാങ്ക്യ, സംഖ്യ, കലവില, കപിലൻ. യോഗ, അഞ്ജലി യോഗ ചെയ്യുന്നു, പതഞ്ജലി. ന്യായ, ഗൗതമൻ അല്ലെ, ന്യായം പറയുമ്പോൾ ഗൗരവായിരിക്കും, ഗൗതമൻ. വൈശേഷിക, വിശേഷമുള്ളപ്പോ കണ്ണനെ വിളിക്കും അല്ലെ, കണ്ണൻ, കണാദൻ. വേദാബാധ, വേദാന്ത, ബാദരായണ. ഈ മാസം ജെമിനി യൂസ് ചെയ്തു അല്ലെ, ജെമിനി ആപ്പ് യൂസ് ചെയ്തു അല്ലെ. മീമാംസ, ജൈമിനി. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ രസകരമായിട്ടൊരു ചാപ്റ്റർ ആണ്. എല്ലാവരും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കാണാം കേട്ടോ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.